എല്ലാവർക്കും ബ്രൈറ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സരിക. ഞാൻ എടുക്കുന്ന വിഷയം കെമിസ്ട്രി. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസിൻ്റെ ബാക്കി ഭാഗമാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഭാഗം വരെ ഡിസ്കസ് ചെയ്തിരുന്നു. എന്തൊക്കെയാണ് കോൺസെൻട്രേഷൻ ഉപയോഗിക്കുന്ന വഴികൾ അല്ലെങ്കിൽ രീതികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗം പറയാം. ഓക്കെ, നമ്മൾ എന്തായിരുന്നു മെറ്റലർജി എന്ന് പറഞ്ഞ് പഠിച്ചപ്പോൾ നമ്മൾ 3 സ്റ്റേജസ് ആണ് അവിടെ പഠിച്ചത് അല്ലേ? അതിലൊന്നാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തത് എന്തായിരുന്നു? എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ദി കോൺസെൻട്രേറ്റഡ് ഓർ. ഓക്കെ, രണ്ടാമത്തെന്ന് വെച്ചാൽ എക്സ്ട്രാക്ഷൻ അല്ലേ നമ്മൾ പറഞ്ഞത്. അതായത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത ഓറിൽ നിന്നും നമ്മളിനി മെറ്റലിനെ വേർതിരിച്ചെടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇനി അതിനെക്കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ദി കോൺസെൻട്രേറ്റഡ് ഓർ, അതായത് മെറ്റലർജിയുടെ രണ്ടാമത്തെ സ്റ്റേജ്. ഓക്കെ, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ദി കോൺസെൻട്രേറ്റഡ് ഓർ, അതായത് സാന്ദ്രണം ചെയ്ത അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കുക. ഓക്കെ, ഈ സാന്ദ്രണം ചെയ്ത അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കുന്നതിൽ 2 സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഓറിനെ കൺവേർഷൻ ഓഫ് ദി ഓർ ഇൻ ടു ദി ഓക്സൈഡ് ഫോം. അതായത് ഓറിനെ എന്ത് രൂപത്തിലേക്ക് മാറ്റുക? ഓക്സൈഡ് രൂപത്തിലേക്ക് മാറ്റുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മക്കളോട്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു സൾഫൈഡ് രൂപത്തിലുള്ള ഓറുകളൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ സൾഫൈഡ് രൂപത്തിലുള്ളതാണെങ്കിൽ അതിനെ ഓക്സൈഡ് രൂപത്തിലേക്ക് മാറ്റുക, കാർബണേറ്റ് രൂപത്തിലാണെങ്കിൽ അതിനെ ഓക്സൈഡ് രൂപത്തിലേക്ക് മാറ്റുക. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് ഓറിനെ ഓക്സൈഡ് രൂപത്തിലേക്ക് മാറ്റുക, അയിരിനെ ഓക്സൈഡ് രൂപത്തിലേക്ക് മാറ്റുക. ഓക്കെ, രണ്ടാമത്തത് റിഡക്ഷൻ നടത്തുക. അതായത് ഓക്സൈഡിനെ റിഡ്യൂസ് ചെയ്യുക, നിരോക്സീകരിക്കുക. ഓക്സൈഡിനെ എന്ത് ചെയ്യുക? നിരോക്സീകരിക്കുക. അപ്പോൾ 2 സ്റ്റേജസ് ഉണ്ട്, 2 സ്റ്റെപ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ദി കോൺസെൻട്രേറ്റഡ് ഓറിൽ 2 സ്റ്റെപ്സ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? കൺവേർഷൻ ഓഫ് ദി ഓർ ഇൻ ടു ദി ഓക്സൈഡ് ഫോം. രണ്ടാമത്തത് എന്താണ്? റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. അതായത് ഒരു അയിരിൽ നിന്ന് സാന്ദ്രണം ചെയ്ത അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കുന്നതിൽ 2 സ്റ്റെപ്സ് ഉണ്ട്. ഒന്ന് എന്തു ചെയ്യുക? ഓക്സൈഡ് രൂപത്തിലേക്ക് മാറ്റുക. രണ്ടാമത്തത് നിരോക്സീകരിക്കുക. ഓക്കെ, അപ്പോൾ ഇൻ ഡീറ്റെയിൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റെപ്പാണ്. കൺവേർഷൻ ഓഫ് ദ മെറ്റൽ ഇൻ ടു ദി ഓക്സൈഡ് ഫോം. കൺവേർഷൻ ഓഫ് ദി മെറ്റൽ ഇൻ ടു ദി ഓക്സൈഡ് ഫോം, അതായത് അയിരിനെ ഓക്സൈഡ്, അതായത് അയിരിലുള്ള ലോഹത്തെ എന്താക്കി മാറ്റുക? ഓക്സൈഡ് രൂപത്തിലേക്ക് മാറ്റുക. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് മെറ്റലിനെ ഓക്സൈഡ് രൂപത്തിൽ, ലോഹത്തെ ഓക്സൈഡ് രൂപത്തിലേക്ക് മാറ്റുക. അയിരിലുള്ള ലോഹത്തെ ഓക്സൈഡ് രൂപത്തിലേക്ക് മാറ്റുക. അതിൽ 2 വഴികളുണ്ട്. ഓക്കെ, എന്താ കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. അതായത് കൺവേർഷൻ ഓഫ് മെറ്റൽ ഇൻ ടു ദി ഓക്സൈഡ് ഫോമിൽ 2 വഴികളുണ്ട്. അത് ചെയ്യാൻ 2 വഴികളുണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇമ്പോർട്ടൻ്റ് ആണേ. ഒന്നാമത്തതിനെ നമ്മൾ വിളിക്കുന്നത് കാൽസിനേഷൻ എന്നാണ്. രണ്ടാമത്തതിനെ വിളിക്കുന്നത് റോസ്റ്റിംഗ് എന്നാണ്. കാൽസിനേഷനും റോസ്റ്റിങ്ങും. ഓക്കെ, അതായത് ഒരു ഓറിലുള്ള മെറ്റലിനെ ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റാൻ, അയിരിലുള്ള ലോഹത്തെ ഓക്സൈഡ് രൂപത്തിലേക്ക് മാറ്റാൻ നമുക്ക് 2 വഴികളുണ്ട്. അതിലൊന്ന് കാൽസിനേഷൻ, രണ്ടാമത്തത് റോസ്റ്റിംഗുമാണ്. മലയാളത്തിൽ തന്നെയാട്ടോ പറയാം, കാൽസിനേഷനും റോസ്റ്റിംഗും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് കാൽസിനേഷൻ, എന്താണ് റോസ്റ്റിംഗ്. ഓക്കെ, പരീക്ഷയ്ക്ക് 2ഉം തമ്മിൽ ഡിഫറൻസസ് ചോദിക്കാറുണ്ട് കേട്ടോ. സോ എന്താണ് കാൽസിനേഷൻ, എന്താണ് റോസ്റ്റിംഗ്? ഈ 2ലും നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ നന്നായി ചൂടാക്കുകയാണ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഓറിനെ അയിരിനെ നന്നായി ചൂടാക്കുകയാണ് ചെയ്യുക. പക്ഷേ കാൽസിനേഷൻ ചെയ്യുന്നത് ആബ്സെൻസ് ഓഫ് എയറിലും, റോസ്റ്റിംഗ് ചെയ്യുക പ്രസൻസ് ഓഫ് എയറിലുമാണ്. ഒന്നുകൂടെ, കാൽസിനേഷൻ ചെയ്യുക ആബ്സെൻസ് ഓഫ് എയറിലും, റോസ്റ്റിംഗ് ചെയ്യുക പ്രസൻസ് ഓഫ് എയറിലുമാണ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, കാൽസിനേഷൻ ചെയ്യുന്നത് ആബ്സെൻസ് ഓഫ് എയറിലും, റോസ്റ്റിംഗ് ചെയ്യുന്നത് പ്രസൻസ് ഓഫ് എയറിലുമാണ്. അതായത് വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചെയ്യുന്നതാണ് കാൽസിനേഷൻ, വായുവിൻ്റെ സാന്നിധ്യത്തിൽ ചെയ്യുന്നതാണ് റോസ്റ്റിംഗ്. ഇതാണ് വ്യത്യാസം. ഇനി ഇവർ തമ്മിൽ എന്താണൊരു സിമിലാരിറ്റി എന്ന് ചോദിച്ചാൽ 2ലും നമ്മൾ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ബിലോ ദ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. അതായത് ഓറിലൊരു മെറ്റൽ ഉണ്ടാവില്ലേ, ആ മെറ്റലിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എത്രയാണോ അതിൻ്റെ കുറഞ്ഞ ടെമ്പറേച്ചറിലായിരിക്കും നമ്മൾ ഓറിനെ ഹീറ്റ് ചെയ്യുക. ഓക്കെ, അതായത് അയിരിലുള്ള ലോഹത്തിന് ഒരു ദ്രവണാങ്കം ഉണ്ടാവില്ലേ, ആ ദ്രവണാങ്കത്തിനേക്കാൾ കുറഞ്ഞ താപനിലയിലായിരിക്കും നമ്മൾ
ചൂടാക്കുക. ഓക്കെ, ഇതാണ് ഇവർ തമ്മിലുള്ളൊരു സിമിലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? കാൽസിനേഷൻ ചെയ്യുക നമ്മൾ ആബ്സെൻസ് ഓഫ് എയറിലാണ്, റോസ്റ്റിംഗ് ചെയ്യുക പ്രസൻസ് ഓഫ് എയറിലാണ്. കാൽസിനേഷൻ എന്ന് പറയുന്നത് വായുവിൻ്റെ സാന്നിധ്യത്തിലും, റോസ്റ്റിംഗ് നടത്തുക വായുവിൻ്റെ സാന്നിധ്യത്തിലുമാണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, കാൽസിനേഷൻ നമ്മൾ നടത്തുക ഹൈഡ്രോക്സൈഡ് രൂപത്തിലും കാർബണേറ്റ് രൂപത്തിലുള്ള ഓറുകൾക്കാണ്. എന്താണ്? ഹൈഡ്രോക്സൈഡ് രൂപത്തിലും കാർബണേറ്റ് രൂപത്തിലുള്ള ഓറുകൾക്കാണ് എന്തുപയോഗിക്കുക? കാൽസിനേഷൻ ഉപയോഗിക്കുക. പക്ഷേ റോസ്റ്റിംഗ് ഉപയോഗിക്കുക സൾഫൈഡ് രൂപത്തിലുള്ള ഓറുകൾക്കാണ്. ഒന്നുകൂടെ, കാൽസിനേഷൻ ഉപയോഗിക്കുക ഹൈഡ്രോക്സൈഡ് രൂപത്തിലോ കാർബണേറ്റ് രൂപത്തിലോ ഉള്ള ഓറുകൾക്കാണ്. പക്ഷേ നമ്മൾ റോസ്റ്റിംഗ് ഉപയോഗിക്കുക സൾഫൈഡ് രൂപത്തിലുള്ള ഓറുകൾക്കാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഡിഫറൻസസ് പറഞ്ഞത്. ഒന്നുകൂടെ പറയാം, കാൽസിനേഷനും റോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഏറ്റവും മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്, കാൽസിനേഷൻ നടത്തുന്നത് എയറിൻ്റെ ആബ്സെൻസിലാണ്. ഇറ്റ് ഇസ് ഡൺ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. ഓക്കെ, ആൻഡ് ദ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബിലോ ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ മെറ്റൽ. ഓക്കെ, ഇനി റോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡൺ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ ആൻഡ് ബിലോ ദ മെൽറ്റിംഗ് പോയിന്റ്, അല്ലേ? ബിലോ ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ മെറ്റൽ, അല്ലേ? പിന്നെ കാൽസിനേഷനും റോസ്റ്റിംഗ് തമ്മിൽ വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? കാൽസിനേഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോക്സൈഡ് രൂപത്തിലോ കാർബണേറ്റ് രൂപത്തിലുള്ള ഓറുകൾക്കാണ് ഉപയോഗിക്കുക. പക്ഷേ നമ്മൾ റോസ്റ്റിംഗ് ഉപയോഗിക്കുക സൾഫൈഡ് രൂപത്തിലുള്ള ഓറുകൾക്കാണ്. ഓക്കെ, നമ്മൾ ഒന്നുകൂടെ ഞാൻ മലയാളത്തിൽ പറഞ്ഞാൽ എന്താണ് പറയുക? അതായത് കാൽസിനേഷൻ എന്ന് പറയുന്നത് വായുവിൻ്റെ അസാന്നിധ്യത്തിലും, റോസ്റ്റിംഗ് എന്ന് പറയുന്നത് വായുവിൻ്റെ സാന്നിധ്യത്തിലും നടക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷെ രണ്ടിലും നമ്മൾ ഉപയോഗിക്കുന്ന താപനില എന്ന് പറയുന്നത് ദ്രവണാങ്കത്തിനേക്കാൾ കുറവായിരിക്കും. അതായത് ആ ലോഹത്തിൻ്റെ ദ്രവണാങ്കത്തിനേക്കാൾ കുറവായിരിക്കും, അല്ലേ? ഇനി കാൽസിനേഷൻ ഉപയോഗിക്കുക ഹൈഡ്രോക്സൈഡ് രൂപത്തിലോ കാർബണേറ്റ് രൂപത്തിലോ ഉള്ള ഓറുകൾക്കാണ്. ഇനി റോസ്റ്റിംഗ് ഉപയോഗിക്കുക സൾഫൈഡ് രൂപത്തിലുള്ള ഓറുകൾക്കാണ്. ലോഹത്തെ ഓക്സൈഡ് രൂപത്തിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അപ്പം നമ്മൾ രണ്ട് സ്റ്റെപ്സായി, ഇപ്പോൾ രണ്ട് സ്റ്റേജസായി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നു. ഒന്ന് മെറ്റലർജീൻ്റെ സ്റ്റേജസ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്, അതിൽ നമ്മൾ കോൺസെൻട്രേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ട്, എക്സ്ട്രാക്ഷൻ ഓഫ് ദി മെറ്റൽ ഫ്രം ദി കോൺസെൻട്രേറ്റഡ് ഓർ. അതിൽ തന്നെ എന്തുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, അതിൽ തന്നെ രണ്ട് സ്റ്റെപ്സ് ഉണ്ട്. അതായത് കൺവേർഷൻ ഓഫ് ദി ഓർ ഇൻ ടു ദി ഓക്സൈഡ് ഫോം എന്ന് പറഞ്ഞു. അത് ചെയ്യുന്ന രണ്ട് വഴികളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്, കാൽസിനേഷനും റോസ്റ്റിങ്ങും, അല്ലേ? ഇനി ഈ കൺവേർഷൻ ഓഫ് ദി മെറ്റൽ ഇൻ ടു ഓക്സൈഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മെറ്റലിനെ ഓക്സൈഡ് രൂപത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത സ്റ്റെപ്പ് റിഡക്ഷൻ ആണ്, അല്ലേ? റിഡക്ഷൻ ഓഫ് ദി മെറ്റൽ ഓക്സൈഡ്, അല്ലേ? അതായത് ഓക്സൈഡ് രൂപത്തിലുള്ള ലോഹത്തിൽ നിന്നും ലോഹത്തെ അങ്ങ് വേർതിരിക്കുക. ഇതിനെയാണ് റിഡക്ഷൻ എന്ന് പറയുക. ഓക്കെ, അതായത് നമ്മൾ കൺവേർഷൻ ഓഫ് ദി മെറ്റൽ ഇൻ ടു ദി ഓക്സൈഡ് ഫോം അല്ലേ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ മെറ്റൽ ഏത് രൂപത്തിലായിരിക്കും? ഓക്സൈഡ് രൂപത്തിലായിരിക്കും. ഈ ഓക്സൈഡ് രൂപത്തിലുള്ള മെറ്റലിൽ നിന്നും ആ മെറ്റലിനെ അങ്ങ് സെപ്പറേറ്റ് ചെയ്യുക. അതിന് വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ. മനസ്സിലായോ? എന്താണ്? ഓക്സൈഡ് രൂപത്തിലുള്ള മെറ്റലിൽ നിന്ന്, ലോഹത്തിൽ നിന്നും ലോഹത്തെ വേർതിരിക്കുന്നതിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുക. ഓക്കെ, ഇനി ഈ റിഡക്ഷൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഓർത്തിരിക്കണേ. കാർബൺ മോണോക്സൈഡ്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെയാണ് റെഡ്യൂസിങ് ഏജൻറ്റുകളായിട്ട് ഉപയോഗിക്കുന്നത്. നിരോക്സീകാരികളായിട്ട് ഉപയോഗിക്കുന്നത് കാർബൺ മോണോക്സൈഡ്, വൈദ്യുതി. ഓക്കെ, വൈദ്യുതി ഉപയോഗിക്കുക വളരെ 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 റിയാക്റ്റീവായിട്ടുള്ള, അതായത് ക്രിയാശീലം കൂടിയ ലോഹങ്ങൾക്കാണ്. സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾക്കാണ് വൈദ്യുതി നിരോക്സീകാരിയായി ഉപയോഗിക്കുക. ഓക്കെ, ഇലക്ട്രിസിറ്റി റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കുക ആർക്കാണ്? വളരെ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസിനാണ്. ആരൊക്കെയാ? സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ വളരെ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസിനാണ് നമ്മൾ ഇലക്ട്രിസിറ്റി റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഏതൊക്കെ സ്റ്റേജസ് ഡിസ്കസ് ചെയ്തു? ഒന്ന്, കോൺസെൻട്രേഷൻ ഡിസ്കസ് ചെയ്തു. രണ്ട്, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ദി കോൺസെൻട്രേറ്റഡ് ഓർ ഡിസ്കസ് ചെയ്തു, അല്ലേ? അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. രണ്ട് സ്റ്റേജസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എന്തൊക്കെയാണ്? സാന്ദ്രണം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. രണ്ട്, എന്താണ്? സാന്ദ്രണം ചെയ്ത അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കുക, അതും നമ്മൾ ഡിസ്കസ് ചെയ്തു, അല്ലേ? ഈ സാന്ദ്രണം ചെയ്ത അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കുന്നതിൽ രണ്ട് ഘട്ടങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെയാ? ഒന്ന്, ലോഹത്തെ ഓക്സൈഡ് രൂപത്തിലേക്ക് മാറ്റുക. രണ്ട്, നിരോക്സീകരിക്കുക, അതായത് കൺവേർഷൻ ഓഫ് ദി മെറ്റൽ ഇൻ ടു ദി ഓക്സൈഡ് ഫോം. രണ്ട്, റിഡക്ഷൻ.
ഓക്കെ, അത് ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളത് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. ഇനി നമുക്ക് ഒരു സ്റ്റേജും കൂടി ഇല്ലേ അല്ലേ, കോൺസെൻട്രേഷൻ, എക്സ്ട്രാക്ഷൻ ഓഫ് ദി മെറ്റൽ, മൂന്നാമത്തത് എന്തായിരുന്നു, റിഫൈനിങ് അല്ലേ. അപ്പം നമുക്കിനി അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. മൂന്നാമത്തെ സ്റ്റേജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്താണത്, റിഫൈനിങ്. ആ പേര് തന്നെ മനസ്സിലാവില്ലേ, റീഫൈനിങ്. എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെയും. ഫൈനിങ് എന്ന് പറഞ്ഞാൽ പിന്നെയും നന്നാക്കുക എന്നുള്ള അർത്ഥമല്ലേ. അതായത് നമുക്കിപ്പോൾ നമ്മുടെ മെറ്റലിനെ കൈ കിട്ടി അല്ലേ, നമ്മൾ റിഡക്ഷനൊക്കെ ചെയ്ത് നമ്മുടെ മെറ്റലിനെ നമുക്ക് കഴിയും, നിരോക്സീകരിച്ച് നമ്മൾ മെറ്റലിനെ നമുക്ക് കിട്ടി. പക്ഷേ ആ മെറ്റലിൽ പിന്നെയും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, റിഫൈനിങ്. അതായത് ലോഹത്തിൽ നിന്നുള്ള അപദ്രവ്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിഫൈനിങ്. ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം ദ മെറ്റൽ, അതിനെയാണ് എന്ത് പറയുക, റിഫൈനിങ് എന്ന് പറയുക. അപ്പോൾ ഒരിക്കലും കോൺസെൻട്രേഷനും റിഫൈനിങ്ങും തമ്മിൽ മാറിപ്പോവരുത്. കോൺസെൻട്രേഷൻ, സാന്ദ്രണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അയിരിലുള്ള അപദ്രവ്യത്തെ മാറ്റുക എന്നാണ്. ഓറിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ മാറ്റുന്നതിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുക, സാന്ദ്രണം ചെയ്യുക എന്ന് പറയുക. പക്ഷേ നമുക്ക് ലഭിച്ച ലോഹത്തിൽ നിന്നും അപദ്രവ്യങ്ങൾ നീക്കം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, റിഫൈനിങ് എന്ന് പറയുക. മനസ്സിലായോ? ഒന്ന് അയിരിൽ നിന്നും, അതായത് ഒന്ന് ഓറിൽ നിന്നുമാണ്, ഒന്ന് മെറ്റലിൽ നിന്നുമാണ് കേട്ടോ. മെറ്റലിൽ നിന്നും, ലോഹത്തിൽ നിന്നും അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ റിഫൈനിങ് എന്ന് പറയുക. ഓക്കെ, ഇനി നമുക്ക് റിഫൈനിങ് ഏതൊക്കെ വഴിയിൽ, നമുക്ക് ഏതൊക്കെ മെത്തേഡ്സ് ഉണ്ടെന്ന് നോക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഫസ്റ്റ് വൺ ലിക്വേഷൻ. ഓക്കെ, ഇതിന് മലയാളത്തിൽ പറയാം ഉരുക്കി വേർതിരിക്കുക എന്നാണ് കേട്ടോ, ഉരുക്കി വേർതിരിക്കൽ. 2 ഡിസ്റ്റിലേഷൻ, ഇത് നിങ്ങൾക്ക് പരിചയമുള്ള വാക്കാണ്, സ്വേദനം എന്ന് മലയാളത്തിൽ പറയും. 3 ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. ഇത് നിങ്ങളുടെ 3ാമത്തെ ചാപ്റ്ററിൻ്റെ കുറച്ചൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് കേട്ടോ ഈ കാര്യത്തിൽ. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി അപ്പോൾ ലിക്വേഷൻ എന്താണെന്ന് നോക്കാം. ഉരുക്കി വേർതിരിക്കുക, അപ്പം തന്നെ മനസ്സിലാവും, നന്നായി ചൂടാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അതായത് നമ്മളൊരു ഫർണസിൽ വെച്ച് ഒരു സ്ലാൻറ്റിങ് ഒരു ഇതുള്ള ഒരു സർഫസുള്ള ഒരു ഫർണസിൽ വെച്ച് നമ്മൾ ചൂടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്, മീൻസ് നമ്മുടെ മെറ്റലിനെ. അപ്പോൾ എന്താ സംഭവിക്കുക, ലോ മെൽറ്റിംഗ് ആയിട്ടുള്ള മെറ്റൽസ്. അപ്പോൾ ഒരു കാര്യം പഠിക്കുക, ലിക്വേഷൻ ഉപയോഗിക്കുക എപ്പോഴാണ്, മെറ്റലിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് വളരെ കുറവാണെങ്കിൽ, ലോഹത്തിൻ്റെ ദ്രവണാങ്കം കുറവുള്ളപ്പോഴാണ് നമ്മൾ ലിക്വേഷൻ എന്ന് പറയുന്ന വഴി ഉപയോഗിക്കുക. അപ്പോൾ ഒരു ചെരിഞ്ഞ പ്രതലമുള്ള ഒരു ഫർണസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെറ്റൽസിനെ ചൂടാക്കുന്നു. ഓക്കെ, അതിൽ വെച്ച് നമ്മൾ മെറ്റൽസിനെ ചൂടാക്കുന്നു, ലോഹങ്ങളെ ചൂടാക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, വളരെ ലോ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള മെറ്റൽസ് എന്ത് ചെയ്യും, അവ പോകും അല്ലേ, അവ എന്താ പറയുക, മെൽറ്റ് ചെയ്ത് പോവുകയും ഇമ്പ്യൂരിറ്റീസ്, അതായത് വളരെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള ഇമ്പ്യൂരിറ്റീസ് അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. അതായത് ദ്രവണാങ്കം കുറവുള്ള മെറ്റൽസ് ഒഴുകി താഴേക്ക് പോവുകയും ദ്രവണാങ്കം കൂടുതലുള്ള അപദ്രവ്യങ്ങൾ അവിടെ നിൽക്കുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദിക്കുക, ലിക്വേഷൻ എന്ന് പറയുന്ന വഴി എപ്പോഴാണ് ഉപയോഗിക്കുക, മെറ്റൽസിന് വളരെ ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആണ് ഉള്ളതെങ്കിൽ, ലൈക്ക് ടിൻ, ലെഡ്. എക്സാമ്പിൾ പഠിച്ചോക്കണം കേട്ടോ, ടിൻ, ലെഡ്. ഓക്കെ, ടിൻ്റെ സിമ്പിളാണ് കേട്ടോ എസ് എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞേ, ലിക്വേഷൻ എന്ന് പറയുന്ന വഴി നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക, വളരെ ലോ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള മെറ്റലുകളാണെങ്കിൽ ലിക്വേഷൻ ഉപയോഗിക്കും, ലൈക്ക് ടിൻ ആൻഡ് ലെഡ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ചെരിഞ്ഞ സർഫസ് ഉള്ള ഒരു ഫർണസിൽ വെച്ച് നമ്മൾ ചൂടാക്കുക ചെയ്യാം മെറ്റലിനെ. അപ്പോൾ വളരെ ലോ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള മെറ്റൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉരുകി താഴെ പോകും അല്ലേ. പിന്നെ വളരെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള ഇമ്പ്യൂരിറ്റീസ് അവിടെ തന്നെ ഉണ്ടാവും അല്ലേ. ഇതാണ്, അതായത് ദ്രവണാങ്കം കുറവുള്ള ലോഹങ്ങൾ താഴോട്ട് ഉരുകി പോവുകയും എന്താ പറയുക, ദ്രവണാങ്കം കൂടുതലുള്ള അപദ്രവ്യങ്ങൾ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും അല്ലേ. ഇനി അടുത്തത് ഡിസ്റ്റിലേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡിസ്റ്റിലേഷൻ, സ്വേദനം എന്ന് പറഞ്ഞ ടെക്നിക്കിൽ നമ്മൾ എന്തായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക, ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക, ലോ ബോയിലിംഗ് പോയിൻ്റ് ഉള്ള മെറ്റൽസിനാണ് നമ്മൾ എന്തുപയോഗിക്കുക, ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുക. എന്താണ്, വളരെ കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ലൈക്ക് സിങ്ക്, കാഡ്മിയം, മെർക്കുറി.
എക്സാമ്പിൾസ് മറന്നു പോകരുത് കേട്ടോ. സിങ്ക്, കാഡ്മിയം, മെർക്കുറി. വളരെ കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് സ്വേദനം. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? നമ്മൾ ചൂടാക്കും മെറ്റലിനെ, അല്ലേ, ലോഹത്തെ ചൂടാക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അതിലുള്ള മെറ്റൽസിന് വളരെ കുറഞ്ഞ തിളനിലയാണുള്ളത്, അല്ലേ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വേപ്പറൈസ് ചെയ്ത് കണ്ടൻസറിലൂടെ കടന്നുപോയി തണുത്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം, അല്ലേ. കണ്ടൻസറിലൂടെ കടന്നുപോയി അവിടെ വെച്ചത് തണുത്ത് ദ്രവീകരിച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം, അല്ലേ. പിന്നെ വളരെ ഹൈ ബോയിലിംഗ് പോയിൻ്റ് ഉള്ള മെറ്റൽസ് അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുക. അപ്പോൾ തിളനില കുറവുള്ള ലോഹങ്ങൾക്കാണ് നമ്മൾ സ്വേദനം എന്ന് പറയുന്ന വഴി ഉപയോഗിക്കുക. വളരെ ലോ ബോയിലിംഗ് പോയിൻ്റ് ഉള്ള മെറ്റൽസിനാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന വഴി ഉപയോഗിക്കുക. ഇനി വളരെ ലോ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള മെറ്റൽസിനാണ് നമ്മൾ ലിക്വേഷൻ, ഉരുക്കി വേർതിരിക്കൽ എന്ന് പറയുന്ന വഴി ഉപയോഗിക്കുക. മാറിപ്പോവരുത്. ഒന്ന് ലിക്വേഷൻ, ഒന്ന് ഡിസ്റ്റിലേഷൻ. ലിക്വേഷൻ എന്ന് പറയുന്നത് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള മെറ്റൽസിനാണ്, ലൈക്ക് ടിൻ ആൻഡ് ലെഡ്. ഇനി നമ്മുടെ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് ലോ ബോയിലിംഗ് പോയിൻ്റ് ഉള്ള മെറ്റൽസിനാണ്, ലൈക്ക് സിങ്ക്, കാഡ്മിയം, മെർക്കുറി. തിളനില കുറവുള്ള ലോഹങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് സ്വേദനം. ഓക്കെ. ദ്രവണാങ്കം കുറവുള്ള ലോഹങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ഉരുക്കി വേർതിരിക്കൽ. ഓക്കെ, ഇത്രയും. ഇനി ഏറ്റവും അവസാനത്തത് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ. അപ്പോൾ എന്താണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് എന്ന് നോക്കാം. ഓക്കെ. എങ്ങനെയാണ് വൈദ്യുതി ഉപയോഗിച്ച് നമ്മൾ റിഫൈനിങ് നടത്തുക? ഓക്കെ, നോക്കാം. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം എന്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇംപ്യുവർ കോപ്പർ, അതായത് ശുദ്ധമല്ലാത്ത അശുദ്ധമായ കോപ്പർ, അതിനെ നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് എടുക്കുന്നു. ഇനി പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനി പ്യുവർ കോപ്പറിനെ, അതായത് ശുദ്ധമായ കോപ്പറിനെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്നു. ഓക്കെ. നമ്മൾ ഏത് ലോഹത്തെയാണോ നമ്മൾ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്ങിന് വിധേയമാക്കാൻ പോകുന്നത്, ആ മെറ്റലിൻ്റെ തന്നെ, ആ ലോഹത്തിൻ്റെ തന്നെ സോൾട്ട് സൊല്യൂഷൻ, അതായത് ലവണ ലായനി തന്നെ ഉപയോഗിക്കണം. ഇപ്പോൾ കോപ്പറാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കോപ്പർ സൾഫേറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മൾ ലായനിയായിട്ട് എടുക്കുന്നത് എന്താണ്? കോപ്പർ സൾഫേറ്റ്. ഓക്കെ. നമ്മൾ ഇംപ്യുവർ കോപ്പറിനെയാണ് ആനോഡായിട്ട് എടുക്കുന്നത്, പ്യുവർ കോപ്പറിനെയാണ് കാഥോഡായിട്ട് എടുക്കുന്നത്. പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഇംപ്യുവർ കോപ്പറും നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് പ്യുവർ കോപ്പറിനെയുമാണ്. അപ്പോൾ ഇംപ്യുവർ കോപ്പർ ആനോഡും പ്യുവർ കോപ്പർ കാഥോഡുമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ഇംപ്യുവർ കോപ്പർ ആനോഡും പ്യുവർ കോപ്പർ കാഥോഡുമായിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് ലോഹത്തെയാണോ എന്ത് ചെയ്യാനുള്ളത്, റിഫൈനിങ് ചെയ്യാനുള്ളത്, അതിൻ്റെ ലവണ ലായനി തന്നെയായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ആനോഡായിട്ട് എടുക്കുന്നത് ഇംപ്യുവർ കോപ്പറാണ്, അതായത് അശുദ്ധമായ കോപ്പറാണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഓക്സിഡേഷൻ ആയിരിക്കും സംഭവിക്കുക, അല്ലേ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുക ആണ്, അല്ലേ. അപ്പോൾ Cu എന്തായി മാറും? Cu2+ ആയി മാറും. എന്നിട്ട് എവിടേക്ക് എത്തും? ലായനിയിലെത്തും, അല്ലേ. ഒന്നുകൂടെ പറയാം, ഇംപ്യുവർ കോപ്പർ എന്തായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? ആനോഡായിട്ടാണ് എടുക്കുന്നത്. ആനോഡിൽ എന്താണ് സംഭവിക്കുക? ഓക്സിഡേഷനാണ് സംഭവിക്കുക. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ Cu എന്തായി മാറും? Cu2+ ആയി മാറും. Cu2+ എങ്ങടാ പോവുക? ലായനിയിലേക്ക്, അല്ലേ. എന്നിട്ട് ഇവിടെയുള്ള ഈ Cu2+ അയോൺ 2 ഇലക്ട്രോണിനെ വാങ്ങി, അല്ലേ, എവിടെ വരും? ഈ പ്യുവർ കോപ്പറിൽ. പ്യുവർ കോപ്പർ എന്താണ് ഇവിടെ? കാഥോഡാണ്. കാഥോഡിൽ എന്താണ് നടക്കേണ്ടത്? റിഡക്ഷനാണ്, നിരോക്സീകരണമാണ്. അപ്പോൾ Cu2+ അയോൺ 2 ഇലക്ട്രോണിനെ വാങ്ങി Cu ആയി മാറും ഇവിടെ. ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? Cu2+ ആയി മാറുന്നു. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? Cu2+ Cu ആയി മാറുന്നു. ഇവിടെ നടക്കുന്നത് ഓക്സിഡേഷൻ, ഇവിടെ നടക്കുന്നത് റിഡക്ഷൻ. ഒന്നുകൂടെ, ഇവിടെ നടക്കുന്നത് ഓക്സിഡേഷൻ, കാരണം ഇത് ആനോഡാണ്, ഇത് കാഥോഡാണ്. ഓക്കെ. ഇവിടെ എന്ത് സംഭവിക്കും? Cu2+ ആയി മാറും. ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ, ഇംപ്യുവർ കോപ്പറിൽ നടക്കുന്നത് ഓക്സിഡേഷനാണ്, കാരണം ഇത് ആനോഡാണ്. പ്യുവർ കോപ്പറിൽ നടക്കുന്നത് റിഡക്ഷനാണ്, കാരണം ഇത് കാഥോഡാണ്. എന്താണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുക. അപ്പോൾ Cu എന്തായി മാറും? Cu2+ ആയി മാറും. 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, ആണോ? ഇനി
ഈ 2 ഇലക്ട്രോൺ ഈ സർക്യൂട്ട് വഴി ഇവിടെ എത്തും അല്ലേ. ഈ സൊല്യൂഷനിലുള്ള Cu2+ എന്ത് ചെയ്യും, ഈ വരുന്ന 2 ഇലക്ട്രോണിനെ വാങ്ങി Cu ആയി മാറി ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും അല്ലേ, ഇവിടെ പറ്റിപ്പിടിക്കും. അപ്പോൾ Cu2+ 2 ഇലക്ട്രോണിനെ വാങ്ങി Cu ആയി മാറും. ആണോ? ഇവിടെ നടക്കുന്നത് ഈ പ്രക്രിയ, അതായത് Cu2+ ആയി മാറി 2 ഇലക്ട്രോണെ വിട്ടുകൊടുക്കും. ആ 2 ഇലക്ട്രോൺ സർക്യൂട്ട് വഴി ഇവിടേക്ക് എത്തി അല്ലേ. ഇവിടുന്ന് Cu2+ ലായനിയിലുള്ള Cu2+ ഈ വരുന്ന 2 ഇലക്ട്രോണിനെ വാങ്ങി Cu ആയി മാറും. എന്നിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. ആണോ? അപ്പോൾ പറഞ്ഞേ, ഈ ഇംപ്യൂർ കോപ്പറിൽ, അതായത് അശുദ്ധമായ കോപ്പറിൽ എന്താണ് നടക്കുന്നത്? ഓക്സിഡേഷനാണ് നടക്കുന്നത്. ശുദ്ധമായ കോപ്പറിൽ എന്താണ് നടക്കുന്നത്? റിഡക്ഷനാണ് സംഭവിക്കുന്നത്. ആണോ? അപ്പോൾ അശുദ്ധമായ കോപ്പറിൻ്റെ അളവ് കുറഞ്ഞു വരികയല്ലേ ചെയ്യുക, കാരണം Cu2+ ആയി ലായനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ പ്യുവർ കോപ്പർ, അതായത് ശുദ്ധമായ കോപ്പറിൽ എന്താ സംഭവിക്കുന്നത്? കോപ്പർ പറ്റിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അളവ് കൂടുകയും ഇതിൻ്റെ അളവ് ഇതിൻ്റെ അളവ് കുറയുകയും ഇതിൻ്റെ അളവ് കൂടുകയും ചെയ്യും. ആണോ? ഇനി ഇതിൻ്റെ താഴെ, അതായത് നമ്മൾ ഇംപ്യൂർ കോപ്പറായിട്ട് എടുത്തതിൻ്റെ താഴെ ഇംപ്യൂരിറ്റീസ്, അതായത് അശുദ്ധ വസ്തുക്കൾ, അശുദ്ധമായ കാര്യങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യും. എന്തിൻ്റെ താഴെ? ഇംപ്യൂർ കോപ്പറിൻ്റെ താഴെ. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആനോഡ് മഡ്. എന്താണ്? ഇംപ്യൂർ കോപ്പറിൻ്റെ താഴെ ഇംപ്യൂരിറ്റീസ് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ആനോഡ് മഡ്. ഓക്കെ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, അതായത് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് നമ്മൾ ഉപയോഗിക്കുക കോപ്പർ പോലെയുള്ള മെറ്റൽസിനാണ്. ഓക്കെ. എന്താണ് നമ്മൾ ചെയ്യുക? ഒരു ശുദ്ധമായ ഒരു കോപ്പർ പീസും എടുക്കും, അശുദ്ധമായ ഒരു കോപ്പർ പീസും എടുക്കും. അശുദ്ധമായ കോപ്പറിനെ നമ്മൾ ആനോഡായിട്ട് എടുക്കും, ശുദ്ധമായ കോപ്പറിനെ നമ്മൾ കാഥോഡായിട്ട് എടുക്കും. ആണോ? ഇനി ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആയതുകൊണ്ട്, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള Cu എന്തായി മാറും? Cu2+ ആയി മാറും. 2 ഇലക്ട്രോണെ വിട്ടുകൊടുത്ത് Cu2+ ലായനിയിലേക്ക് എത്തും. 2 ഇലക്ട്രോൺ ഈ സർക്യൂട്ട് വഴി ഇവിടെ എത്തി. ഇവിടെ ഈ ലായനിയിലുള്ള Cu2+, സൊല്യൂഷനിലുള്ള Cu2+ 2 ഇലക്ട്രോണിനെ, വരുന്ന 2 ഇലക്ട്രോണിനെ വാങ്ങി Cu ആയി ഇവിടെ പറ്റിപ്പിടിക്കും. ആണോ? അപ്പോൾ ഇതിൻ്റെ അളവ് കുറയുകയും ഇതിൻ്റെ അളവ് കൂടുകയും ചെയ്യും. ആണോ? ഇംപ്യൂർ കോപ്പറിൻ്റെ അളവ് കുറയുകയും പ്യുവർ കോപ്പറിൻ്റെ അളവ് കൂടുകയും ചെയ്യും. ഓക്കെ. ഈ ഇംപ്യൂർ കോപ്പറിൻ്റെ താഴെ അടിഞ്ഞുകൂടുന്ന അപദ്രവ്യങ്ങളെ വിളിക്കുന്ന പേരാണ് ആനോഡ് മഡ്. ഓക്കെ. ഇത്രയുമാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഓക്കെ. അപ്പോൾ എല്ലാം പഠിക്കുക. അപ്പോൾ താങ്ക് യു.